ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 41-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു. ഇന്നേ ദിവസം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ യേശു ഇവിടെ അന്ധതയെ ശരീരത്തിലെ കാഴ്ചക്കുറവ് മാത്രം പറഞ്ഞിട്ടില്ല, ആത്മീയമായ അന്ധതയെക്കുറിച്ചാണ് പറയുന്നത്. അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾക്ക് സത്യം അറിയാതെ ആയിരുന്നെങ്കിൽ അത് അറിവില്ലായ്മയായിരിക്കും. അതിനാൽ അത്ര ഉത്തരവാദിത്വം ഉണ്ടാകില്ല. ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് സത്യം അറിയാമെന്ന് അവകാശപ്പെടുന്നു. അഹങ്കാരം, ആത്മീയ അഭിമാനം ഇവയൊക്കെ മൂലം പലപ്പോഴും സത്യത്തെ നമ്മൾ മാറ്റിവെക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. സത്യം അറിയാമെന്ന് പറഞ്ഞിട്ടും അത് സ്വീകരിക്കാത്തത് വലിയ പാപമാണ്. അറിവില്ലായ്മയേക്കാൾ അപകടകരമാണ് അഹങ്കാരമുള്ള തെറ്റായ ആത്മവിശ്വാസം. സത്യം കാണാൻ തയ്യാറാകാത്തവരാണ് യഥാർത്ഥ അന്ധർ. ഇത് പ്രത്യേകിച്ച് ഫരീസയരെ ലക്ഷ്യമിട്ടുള്ള വാക്കുകളാണ്. അവർ തങ്ങളെ ധാർമ്മികരായാണ് കരുതിയെങ്കിലും യേശുവിൻ്റെ സത്യത്തെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ലായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. ഒരാത്മീയ അന്ധത ഏതെങ്കിലും തരത്തിൽ എൻ്റെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ടോ? ദൈവമെന്ന സത്യത്തെ അംഗീകരിക്കുവാനായിട്ട്, ദൈവമെന്ന സത്യത്തിൻ്റെ നിഴലിലായിരിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ തയ്യാറാണോ? പലപ്പോഴും ദൈവവിരോധങ്ങളിലേക്ക് അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്നും സത്യദൈവ ആരാധനയിൽ നിന്നും വ്യതിചലിക്കുന്ന ഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ഈശോനാഥൻ നമ്മോട് പറയുകയാണ്, നിന്നിൽ ഒരു ആത്മീയ അന്ധതയുണ്ടോ എന്ന് നീ പരിശോധിക്കാനായിട്ട് തയ്യാറാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഒരു ആത്മീയ അന്ധത വന്നു ചേരാറുണ്ടോ? സത്യത്തെ മനസ്സിലാക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. എൻ്റേതായ ഞാനെന്ന ഭാവത്താൽ നിറയപ്പെട്ടുകൊണ്ട് സത്യത്തിൽ നിന്ന് ഓടിയകലാനായിട്ട്, നന്മയെ തിരിച്ചറിയാനായിട്ട്, തിന്മ എൻ്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന് അറിഞ്ഞിട്ടും അതേ വഴികളിൽ സഞ്ചരിക്കാനായിട്ട് എൻ്റെ മനസ്സ് എന്നെ നിർബന്ധിക്കുന്നുണ്ടോ? ദൈവികതയുടെ കൃപയിൽ, അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോഴാണ് ജീവിതം ധന്യമായിട്ട് തീരുന്നത്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ തിരുക്കുമാരൻ്റെ പക്കൽ മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ നിയോഗം, അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതലുണ്ടാകാൻ വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം.